മഴ തകർത്തു പെയ്യുകയാണ്. കാലാവസ്ഥയുടെ റെഡ് അലർട്ടുകൾ വരുന്നുണ്ട്. കഴിവതും അത്യാവശ്യമില്ലാത്തവർ പുറത്തിറങ്ങാതിരിക്കുക, മലയോര പ്രദേശങ്ങളിലെ യാത്ര ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളടങ്ങിയ മെസ്സേജുകളും വാർത്തകളും മൊബൈലുകളിലും ടിവിയിലും തുടരെ വരുന്നുമുണ്ട്. എന്നിട്ടും ഇന്നത്തെ പുലർച്ചയിലെ തോരാ മഴയത്ത് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഒരു കുന്നിൻ മുകളിലേക്കുള്ള യാത്രയാണ്. അവിടെ എന്താണ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒറ്റവാക്കിൽ പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾ പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി രണ്ടുപേരുടെ കഥ പറയാം. ഒരാൾ ദേവസ്യ ചേട്ടൻ എന്ന ഒരു ചായക്കടക്കാരനും മറ്റൊരാൾ റിട്ടയർ ആർമി ഉദ്യോഗസ്ഥൻ ബെഞ്ചമിൻ സാറും. ഇവരെ കുറിച്ച് പറയാൻ കാരണം ഈ തോരാ മഴയത്തെ പുലർച്ചയിൽ ദേവസ്യ ചേട്ടന്റെ ചായക്കട തുറന്നിട്ടുണ്ടാകും. അവിടെ ഈ സമയത്ത് ബെഞ്ചമിൻ സാർ ഒരു ചായയും കുടിച്ചുകൊണ്ട് ആ കടയുടെ ബെഞ്ചിൽ ഇരിപ്പുമുണ്ടാകും. ഇത്രയും കാലം മഴയത്തും വെയിലത്തും കിടന്നലഞ്ഞ നിങ്ങൾക്ക് ഇനിയെങ്കിലും കിടന്നുറങ്ങിക്കൂടെ? ചായ കുടിക്കാൻ ഏതോ പട്ടിക്കാട്ടിൽ പോയിട്ട് വേണോ? എത്ര ചായ വേണേലും ഞാൻ ഇട്ടുതരാം എന്ന് ബെഞ്ചമിൻ സാറിന്റെ ഭാര്യ പറയുമ്പോൾ സാർ ഒരു കൂസലുമില്ലാതെ ഒരു പുഞ്ചിരിയോടെ മഴക്കോട്ടും ധരിച്ചുകൊണ്ട് കാറിന്റെ കീയും എടുത്തു പുറത്തേക്കിറങ്ങും. എന്താ സാർ മറുപടി പറയാത്തതെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായി ഒരു മറുപടി പറയുവാൻ ഇല്ലെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ പറയുവാൻ ശ്രമിച്ചാൽ തന്നെ മറ്റൊരാൾക്ക് മനസ്സിലാക്കുവാൻ പാടുള്ള ഒരുപാട് സംഗതികൾ അതിലുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഒരു വൈബ് ആണത്. അതെങ്ങനെ മറ്റൊരാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാൻ പറ്റും? ബെഞ്ചമിൻ സാറിന് ആ വൈബ് ഒന്നുകിൽ കുന്നിൻ പുറത്തെ ഒറ്റപ്പെട്ട കടയോടാകാം, അല്ലെങ്കിൽ ആവി പറക്കുന്ന ചെമ്പിലെ ദേവസ്യ ചേട്ടന്റെ ചായയോടാകാം, അല്ലെങ്കിൽ ആ സമയത്തെ ഒറ്റപ്പെടലിനോടാകാം, അതുമല്ലെങ്കിൽ ഇതെല്ലാം ചേർന്നിട്ടാകാം. ഇനി ചായക്കടക്കാരൻ ദേവസ്യ ചേട്ടനാണെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കൾ രണ്ടും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. സാമ്പത്തികമായി യാതൊരു പ്രശ്നവുമില്ലാത്തയാൾ. അയാൾക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ആ ചായക്കട ഈ മലയുടെ മുകളിലെ എണ്ണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി തുറക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ കട തുറന്നിരിക്കും. അതും ഒരുപക്ഷെ ബെഞ്ചമിൻ സാറിനെ പോലൊരു വൈബിന് വേണ്ടി മാത്രമായിരിക്കാം. തന്റെ കടയിലിരുന്ന് താൻ ഉണ്ടാക്കിയ ചായ ആസ്വദിച്ചു കുടിച്ചിരിക്കുന്നവരുടെ മുഖങ്ങൾ അതെന്നും കണ്ടില്ലെങ്കിൽ ദേവസ്യ ചേട്ടനും അദ്ദേഹത്തിന്റെ ദിവസങ്ങളുടെ പൂർണ്ണത നഷ്ടമാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കേവലം വാക്കുകളാൽ മാത്രം മറ്റൊരാൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്ത ഒരുതരം ഫീലിങ്സ്. അത് കാരണമാണ് ഈ കോരിച്ചൊരിയുന്ന മഴയത്തും കുന്നിൻ മുകളിലെ കടയിൽ ചായ ഉണ്ടാകുവാനും അത് കുടിക്കുവാൻ ആളുണ്ടാവുവാനും കാരണമാകുന്നു എന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ചായക്കടയും ദേവസ്യ എന്ന ചായക്കടക്കാരനും ബെഞ്ചമിൻ സാറുമൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പോകുന്ന ഈ കുന്നിൻ മുകളിൽ തന്നെയാണ്. അപ്പോൾ ഞാനും പോകുന്നത് ചായ കുടിക്കാനാണോ എന്ന് ചോദിച്ചാൽ അതല്ല എന്റെ ലക്ഷ്യം. എനിക്കൊരാളെ കാണണം. അയാളെ കാണുന്നതിലാണ് എന്റെ വൈബ്. അതിനു മുൻപ് ഞാൻ ആരാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, അത് പറയാം. എന്റെ പേര് ആകാശ്. എന്റെ വയസ്സ് 23. ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുന്നു. ഇനി ബാംഗ്ലൂരിൽ ഒരു കോഴ്സ് ചെയ്യാൻ നോക്കുന്നുമുണ്ട്. ആ സമയമാണ് ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കുകയായിരുന്ന എന്റെ നാട്ടുകാരി ദീപിക നാട്ടിലേക്ക് വരുന്നത്. കാണാനൊക്കെ സൂപ്പർ. എന്റെ ഫ്രണ്ട്സൊക്കെ അവളുടെ കട്ട ഫാനായിരുന്നു. മാത്രമല്ല അവൾ നല്ലൊരു ബാഡ്മിന്റൺ പ്ലെയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ കളിക്കാൻ പോകുന്ന സ്റ്റേഡിയത്തിലൊക്കെ ഞങ്ങളും പോകുന്നത് പതിവായിരുന്നു. കോർട്ടിൽ കളി കഴിഞ്ഞ് വിയർത്തു തളർന്നു നിൽക്കുന്ന അവളെ കാണാൻ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം റോഡിലൂടെ വരുമ്പോൾ അവൾ ഒരു ചുവപ്പ് സ്കൂട്ടിയിൽ എതിരെ വരുന്നു. അവളെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ എന്താ വഴി എന്ന് ആലോചിച്ച് വരുമ്പോഴാണ് അവൾ എതിരെ വരുന്നതും സ്കൂട്ടി നിർത്തി ഇങ്ങോട്ട് കയറി കഴിഞ്ഞ കളി കാണാൻ വന്നിരുന്നു എന്ന് ചോദിക്കുന്നത്. സ്ഥിരമായി ഞങ്ങൾ അവളുടെ കളി കാണാൻ വരുന്നത് അവളും ശ്രദ്ധിച്ചിരുന്നു. ഏതായാലും അന്ന് അവളെ പരിചയപ്പെട്ടു. മാത്രമല്ല അടുത്തയാഴ്ച സൺഡേയിൽ നടക്കാനിരിക്കുന്ന ന്യൂ ഇയർ പാർട്ടിക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും എന്നെ മാത്രമായി ക്ഷണിച്ചത് എനിക്ക് അത്ഭുതമായിരുന്നു. നനച്ചിരിക്കാത്ത നേരത്ത് എന്നെ തേടിയെത്തിയ മഹാ അത്ഭുതമായി അവളുടെ ക്ഷണം എനിക്ക് തോന്നി. പക്ഷേ പിറ്റേന്ന് പുലർച്ചെ ഒരു സങ്കടകരമായ കാഴ്ച കണ്ടു. വീടിന് മുൻവശത്തെ റോഡിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന പുരയിടത്തിൽ ആക്രി പെറുക്കുന്നവർ പുരയിടം ലീസിനെടുത്ത് അവിടെ ഷെഡുകൾ അടിച്ചിരിക്കുന്നു. അവിടെ ഞങ്ങളുടെ ഷട്ടിൽ കോട്ടായിരുന്നു. ആ സ്ഥലത്താണ് അതെല്ലാം നശിപ്പിച്ചുകൊണ്ട് ആക്രി പെറുക്കുകൾ ഷെഡ് അടിച്ച് അവിടം കയ്യേറിയത്. അതെനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സംഗതി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയ കുടുംബാംഗങ്ങളോട് എനിക്ക് വെറുപ്പായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അവരുടെ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി ആക്രിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ദിവസം വീടിന്റെ മുറ്റത്തേക്ക് കടന്നു വന്നത്. മൈഗ്രെയിൻ എന്ന തലവേദനയുടെ ബുദ്ധിമുട്ടുള്ളതിനാൽ അവളുടെ വരവും ചോദിപ്പും ഒന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവളോട് ഇവിടെയൊന്നുമില്ല എന്നറിയിച്ചിട്ട് വീടിനകത്തേക്ക് പോകുമ്പോൾ അവൾ വീണ്ടും വീടിന്റെ അടുക്കള ഭാഗത്തുള്ള പുരയിടത്തിൽ നിന്നും ആക്രി പെറുക്കുന്നത് കാണാനിടയായി. പുരയിടത്തിൽ നിന്നും അവളെ ഓടിച്ചു വിടാനായി പരമാവധി ഉച്ചത്തിൽ ശബ്ദമെടുത്തുകൊണ്ട് ഭയപ്പെടുത്തുവാൻ ശ്രമിക്കവേ ഞാൻ അവിടെ കുഴഞ്ഞു വീണു. പിന്നീട് ഉണർന്നപ്പോൾ അവൾ വീടിനകത്തെ മുറിയിലുണ്ട്. ഞാൻ ബെഡിൽ തളർന്നു കിടക്കുകയാണ്. ഞാൻ കുഴഞ്ഞു വീണെങ്കിലും അവളുടെ സഹായത്തോടെ എങ്ങനെയോ മുറിയിലെത്തിയത് ചെറുതായി ഓർക്കുന്നുമുണ്ട്. മുറിയിലെത്തിയ നേരം ബോധം ചെറുതായി ഒന്ന് മറഞ്ഞതുപോലെ തോന്നി. പിന്നീട് എപ്പോഴോ കണ്ണു തുറന്നപ്പോൾ എല്ലാം
എല്ലാം ശരിയായി. അവളോട് പുറത്തു പോകാൻ ഇടയ്ക്കിടെ ഉള്ളിൽ പറഞ്ഞിരുന്നു. പക്ഷേ അതവൾ കേട്ടിട്ടുണ്ടാകണമെന്നില്ല. എനിക്ക് ബോധം വന്നപ്പോൾ മാത്രമാണ് അവൾ വീട് വിട്ടുപോയത്. ഈ സംഭവം ഞാൻ ആരോടും പറഞ്ഞില്ല. പകരം വീട്ടിൽ നിന്നും എന്തേലും മോഷണം പോയിട്ടുണ്ടോ എന്ന് തിരയുകയായിരുന്നു. ഭാഗ്യം ഒന്നും പോയിട്ടില്ല എന്ന് ഉറപ്പിച്ചിരിക്കുമ്പോഴാണ് പിറ്റേന്നൊരു ഉച്ച സമയത്ത് അമ്മയുമായി കുടുംബശ്രീ സംഘടനയിലെ സ്ത്രീകൾ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ ആക്രിപ്പെറുക്കി പെണ്ണ് കടന്നു വരുന്നത്. അവൾ വന്നപാടെ എന്റെ മുഖത്ത് നോക്കി ഒരേ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ അവളുടെ ആ ആവശ്യം എന്റെ ഇതുവരെയുള്ള എല്ലാ കഥകളെയും മാറ്റി എഴുതിപ്പിച്ചു. എന്തായിരുന്നു അവളുടെ ആവശ്യം എന്നല്ലേ? എന്റെ ഷോൾ നിന്റെ മുറിയിലുണ്ട്, അതിങ്ങെടുത്തു തരാൻ. കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നടന്ന സംഭവങ്ങളൊന്നും പറഞ്ഞിട്ട് അമ്മയ്ക്കുൾപ്പെടെ ആർക്കും വിശ്വാസം വന്നിട്ടില്ല. അവരെല്ലാം പറയുന്നത് ഞാൻ അമ്മ പുറത്തുപോയ നേരം നോക്കി ആക്രി പെറുക്കുകാരിയെ വീട്ടിൽ വിളിച്ചു കയറ്റിയെന്നാണ്. നാട്ടിൽ മൊത്തം ഈ വിഷയം ഇതേ രീതിയിൽ പാട്ടായി എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. സൺഡേ ന്യൂ ഇയർ പാർട്ടി. നേരത്തെ അതൊരു സ്വപ്നമായിരുന്നെങ്കിൽ ഇന്നത് പേടി സ്വപ്നമാണ്. നാട്ടിൽ പരന്നതുപോലെയുള്ള വാർത്തയാണ് ദീപികയും കേട്ടതെങ്കിലോ അതായിരുന്നു ഭയം. ആ ആക്രി പെണ്ണ് കാരണം എല്ലാം അവസാനിച്ചു എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ഫരീദിക്കായെ കാണാമെന്ന് വെച്ചത്. അദ്ദേഹം ഒരു സൂഫി ആചാര്യനാണ്. സംഗീതവുമൊക്കെയായി നാടൊക്കെ അലഞ്ഞു തിരിയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എനിക്കിഷ്ടമാണ്. എന്റെ ഉള്ളിലെ സങ്കടം പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെതായ ഒരു മറുപടി വന്നത്. അനേകായിരം പേരിൽ ഒരാൾക്ക് മാത്രമായിരിക്കും നിമിഷങ്ങളുടെ ഒരംശത്തിന്റെ വേഗതയിൽ നമ്മുടെ ഉള്ളിലെ പ്രണയത്തെ ജ്വലിപ്പിക്കാൻ കഴിവുണ്ടായിരിക്കുക. അങ്ങനെ ഒരുവൻ അല്ലെങ്കിൽ ഒരുവളെ കാണുന്ന മാത്രയിൽ ഉണ്ടാകുന്ന പ്രണയം അത് നമ്മുടെ ഉള്ളിൽ തിരിച്ചറിയുന്ന ഒരു വേഗതയിൽ തന്നെ സ്വന്തം ഹൃദയത്തിന്റെ സ്പന്ദനം സ്വയം തിരിച്ചറിയുന്നത് പോലൊരു അനുഭൂതി നമുക്ക് അനുഭവപ്പെടും. ഭൂമിയിലെ സ്വർഗീയമായ അനുഭൂതികളിൽ ഒന്നാണത്. അതിന് കാരണമായി തീരുന്ന അവനെ അല്ലെങ്കിൽ അവളെ അവഗണിക്കരുത്. ആ പ്രണയത്തെയും ഒഴിവാക്കരുത്. പ്രണയത്തെ പിന്തുടർന്നു തന്നെ പ്രണയിക്കണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ആ മറുപടി എന്നിൽ ചില കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ടാക്കി. സമൂഹം അംഗീകരിക്കുന്ന ബന്ധങ്ങളെക്കാൾ മുൻപ് ഹൃദയം അംഗീകരിക്കുന്ന സത്യങ്ങളുണ്ട്. അതിനെ പിന്തുടരുക തന്നെ വേണം. അങ്ങനെയാണ് ഞാൻ ഈ മലമുകളിലേക്ക് ആദ്യമായി എത്തിത്തുടങ്ങുവാൻ കാരണം. എന്നെ പ്രതീക്ഷിച്ച് അമ്പലപ്പടികൾ ഇറങ്ങി വരുന്നവൾ ദീപികയാണെന്ന് കരുതുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് നിത, ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള എന്റെ കഥയിലെ ആക്രി പെറുക്കി പെണ്ണ്. എന്താ കഥയെന്നല്ലേ? അന്നത്തെ ആ സംഭവത്തിൽ എനിക്ക് ഇവളോട് തീരാത്ത ദേഷ്യമായിരുന്നു എന്നത് സത്യം. പക്ഷേ ഈ സംഭവങ്ങൾ നാട്ടിലൊക്കെ പാട്ടായപ്പോൾ കുറച്ചുപേർ എന്നെ കാണാൻ വന്നു. അങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ല. നാട്ടിലെ പല കോഴികളും എന്നെ കാണാൻ വന്നു. എങ്ങനെയാണ് അവളെ ഡീൽ ചെയ്തതെന്ന്, എത്ര രൂപയാണ് അവൾക്ക് ഒരു മണിക്കൂറിന് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അവളെ ഒതുക്കിയെടുക്കേണ്ടത്, അങ്ങനെയൊക്കെ ഈ വക ചോദ്യങ്ങളുമായി കുറച്ചുപേർ വന്നിരുന്നു. എന്നാൽ അവർ ഈ വക ചോദ്യങ്ങളുമായി ആദ്യം പോയത് അവളുടെയും അവളുടെ ബന്ധുക്കളുടെയും അടുത്തേക്കായിരുന്നു. എന്നും അത് നടക്കാതെ വന്നപ്പോഴാണ് എന്റെ അടുത്തേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ പാവം എനിക്ക് അവളോട് ആദ്യമായി ഒരു സഹതാപം തോന്നി. വയ്യാതായി പോയ എന്നെ ഒന്ന് സഹായിക്കുക മാത്രമല്ലേ അവൾ ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗ്രൂപ്പിൽ O പോസിറ്റീവ് ബ്ലഡ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നത്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് അവളെ വീണ്ടും കാണുന്നത്. ഇത്തവണ അവളുടെ അച്ഛന് ഒരു ആക്സിഡന്റ് പറ്റിയിരിക്കുന്നു. അങ്ങനെ അവളുടെ അച്ഛന് ഞാൻ ബ്ലഡ് നൽകുകയും അതോടൊപ്പം അവളുമായി സൗഹൃദത്തിലാകുകയും ചെയ്തു. ഈ സംഭവങ്ങളെല്ലാം സാധാരണ പോലെ കടന്നുപോയെങ്കിലും അന്ന് ആദ്യമായി ദീപിക എന്നെ കണ്ട് റോഡിൽ അവളുടെ സ്കൂട്ടർ നിർത്തി എന്നോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കുടവും തലയിൽ വെച്ചുകൊണ്ട് എന്റെ അരികിലൂടെ അവളും കടന്നു പോകുന്നുണ്ടായിരുന്നു. ഒരു നിമിഷത്തിൽ എന്റെ നോട്ടം അവളിലേക്കും പോയിരുന്നു. ഇനി മറ്റൊരു കാര്യം പറയാം. സൂഫി ആചാര്യൻ ഫരീദിനെ കണ്ട ശേഷമാണ് എനിക്ക് ദീപികയെ വീണ്ടും കാണാനുള്ള ധൈര്യം വന്നത്. ആചാര്യൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്കിടയിൽ പ്രണയമുണ്ടെങ്കിൽ ഏതു തെറ്റും ന്യായീകരിക്കപ്പെടുമെന്ന വസ്തുത വലിയൊരു ധൈര്യമാണ് എനിക്ക് തന്നത്. അങ്ങനെ ദീപികയെ ന്യൂ ഇയർ പാർട്ടിയിൽ ചെന്ന് കണ്ടു. സംസാരിക്കാനും ധൈര്യം കിട്ടി. പക്ഷേ സൂഫി ആചാര്യൻ പറഞ്ഞതുപോലെ അവളെ കാണുന്ന നിമിഷങ്ങളിലൊന്നും എന്റെ ഹൃദയസ്പന്ദനത്തെ സ്പർശിക്കുന്ന പോലെ ഒരു അനുഭവം എനിക്കുണ്ടായില്ല. പക്ഷേ അങ്ങനെ ഒരു അനുഭവം എനിക്ക് അനുഭവപ്പെട്ടത് ദീപികയുടെ മുന്നിൽ വെച്ച് അവൾ എന്റെ അരികിലൂടെ കടന്നു പോകുമ്പോഴായിരുന്നു. ആ സമയം അവളിലേക്ക് എപ്പോഴോ എന്റെ നോട്ടം ഒന്ന് പാളിയപ്പോഴാണ് എന്റെ ഹൃദയത്തെ അവളുടെ കണ്ണുകൾ നിയന്ത്രിച്ചതുപോലെ ഒരു തോന്നൽ വന്നത്. ആ തോന്നൽ സത്യമാണോ എന്നറിയാൻ ഞാൻ അവളെ പിന്തുടർന്നു. ഭൂമിയിലെ സൂഫിയുടെ വാക്കുകൾ പോലെ പ്രണയത്തെ പിന്തുടർന്നു തന്നെ പ്രണയിക്കണം. അങ്ങനെയാണ് അവൾ എന്നും പുലർച്ചെ തൊഴുവാൻ പോകാറുള്ള ഈ മലമുകളിലെ അമ്പലത്തിന് പുറത്ത് ഞാനും എത്തിയത്. എന്നും എത്തുന്നതും അങ്ങനെ പരസ്പരം കണ്ട് സംസാരിച്ച ശേഷം മലയിറങ്ങുമ്പോൾ മാത്രമാണ് എന്റെ ആ ദിവസത്തിന് തുടക്കമാകുന്നത്. ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദേവസ്യ ചേട്ടനും ബെഞ്ചമിൻ സാറും എന്റെ പ്രണയവും ഞങ്ങളുടെ ഈ മല കയറ്റവും ഒക്കെ. ഈ മലയോട് താഴെ അവൾ വെറുമൊരു ആക്രി പെറുക്കുന്ന പെണ്ണാണ്.
സാമ്പത്തികമോ വിദ്യാഭ്യാസമോ ഇല്ലാത്തവർ. ഞങ്ങളെ വേർപിരിക്കാൻ 1000 കാരണങ്ങളും 1000 പേരുമുണ്ടായിരിക്കാം. അതിനാൽ തന്നെ ഒരുപക്ഷെ ഞങ്ങൾ വേർപിരിഞ്ഞേക്കാം, ഒറ്റപ്പെട്ടു പോയേക്കാം. എന്നിരുന്നാലും കാലമെത്തുന്ന കാലത്തോളം ഞങ്ങൾ ഞങ്ങളുടെ പ്രണയത്തെ നിശബ്ദമായി പിന്തുടരുക തന്നെ ചെയ്യും. ദൂരെ 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 അങ്ങ് ദൂരെ ദൂരെ അഴകായി അകലം നീ